അത്യുന്നതനായ ദൈവമേ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം. സങ്കീർത്തനം 92 1 വാക്യം. കർത്താവിൻ്റെ നാമത്തിന് കൃതജ്ഞതകളും സ്തുതികളും ആലപിക്കുന്ന ഈ മഹനീയ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വർഗത്തോട് ചേർന്ന് നമുക്ക് സ്തുതിക്കാം, സ്വർഗത്തോട് ചേർന്ന് നമുക്ക് പാടാം, സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിക്കാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇത് ദൈവത്തിന്റെ വചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. ദൈവത്തിന്റെ വചനം പറയുക, ദൈവം തന്നെ പറയുക, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ ഇസ്രായേലിന്റെ രക്ഷകനാ. എന്നിട്ടോ വീണ്ടും വചനം പറയാം, നിന്റെ മോചന ദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും ശേബായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായ മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. പഴയ നിയമത്തിലെ ആ ജനതയെ മുന്നിൽ വെച്ചിട്ട് ദൈവത്തിന്റെ വചനം പറയുവാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്, വിലപ്പെട്ടവനാണ്, പ്രിയങ്കരനാണ്. ഒന്ന് കർത്താവിനെ സ്തുതിച്ചു പറഞ്ഞേ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വിലപ്പെട്ടവൻ വിലപ്പെട്ടവൾ ആണ്, പ്രിയങ്കരൻ പ്രിയങ്കരി ആണ്. ഒരിക്കൽ ഈശോ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നിന്നെ പാലൂട്ടി വളർത്തിയ ആ പയോധരങ്ങൾ, നിനക്ക് ജന്മം നൽകിയ ഉദരം, അതെത്ര ഭാഗ്യമുള്ളതാണ്. എന്തായിരുന്നു ഈശോയുടെ മറുപടി? ഈശോ പറഞ്ഞ ഇപ്രകാരവാ, ദേ എൻ്റെ വചനം കേട്ടത് അനുസരിക്കുന്ന ഇവർ ഓരോരുത്തരുമാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും. ഭാഗ്യമുള്ളവര്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പഴയ നിയമ ഇസ്രായേലിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരും നിൽക്കുക. ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ആഗ്രഹിക്കുകയും ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നമ്മളെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറയുക, നീ എനിക്ക് വിലപ്പെട്ടവനാ, നീ എനിക്ക് വിലപ്പെട്ടവളാ. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഒരു ബോധ്യത്തോടെ, ഈ ഒരു വിശ്വാസത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം. ഇപ്പോൾ ഇന്നേ ദിവസം നമ്മൾ പാടി സ്തുതിക്കുന്ന ഗാനത്തിൻ്റെ വരികൾ നമ്മോട് പറയുവാണ്, പരിശുദ്ധനായ ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന്, എന്നും കൂടെയുള്ള ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും വിലപ്പെട്ടവരാണ്, പ്രിയങ്കരാണ്. ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടാം. ഇത് പാടുമ്പോൾ ഈ ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മുടെ മനസ്സിൽ നിറയട്ടെ. എല്ലാവരും സന്തോഷത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. പാടാം ഹല്ലേലൂയ സ്തുതിഗീതങ്ങൾ ഇസ്രായേലിൻ പരിശുദ്ധന്, ആരാധനാ സ്തുതി സ്തോത്രങ്ങൾ ഇമ്മാനുവേലാം പരിശുദ്ധന്. പാടി എല്ലാവരും ചേർന്ന് പാടാം ഹല്ലേലൂയ സ്തുതിഗീതങ്ങൾ ഇസ്രായേലിൻ പരിശുദ്ധന്, ആരാധനാ സ്തുതി സ്തോത്രങ്ങൾ ഇമ്മാനുവേലാം പരിശുദ്ധന്. പാടാം ഹല്ലേലൂയ സ്തുതിഗീതങ്ങൾ ഇസ്രായേലിൻ പരിശുദ്ധന്, ആരാധനാ സ്തുതി സ്തോത്രങ്ങൾ ഇമ്മാനുവേലാം പരിശുദ്ധന്. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇസ്രായേലേ, ഭയപ്പെടേണ്ട 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 ഇസ്രായേലേ, ഭയപ്പെടേണ്ട
എനിക്കെന്നും പ്രിയങ്കരനല്ലേ ബഹുമാന്യനും അമൂല്യനുമേ. സ്വയം എനിക്കെന്നും പ്രിയങ്കരനല്ലേ, ബഹുമാന്യനും അമൂല്യനുമേ. ഉള്ളം കയ്യിൽ കൺമണി പോൽ നിന്നെ കാക്കും കർത്താവ് ഞാനല്ലയോ. 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 ഒന്ന് വലതുകരം ഉയർത്തിക്ക്, ഇടതുകരം ചങ്കോട് ചേർത്ത് വെച്ച് നിർന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച്, എന്നെ സംരക്ഷിക്കുന്ന എന്നെ സംരക്ഷിക്കുന്ന എന്റെ ദൈവം എന്റെ ദൈവം സർവശക്തനായ സർവശക്തനായ കർത്താവായ കർത്താവായ യേശുവാണ്. യേശുവാണ്. യേശു യേശു എന്റെ എന്റെ കൂടെയുണ്ട്. കൂടെയുണ്ട്. എന്റെ ദൈവത്തിന് എന്റെ ദൈവത്തിന് ഞാൻ ഞാൻ ബഹുമാന്യനും ബഹുമാന്യനും പ്രിയങ്കരനും പ്രിയങ്കരനും ആണെന്നതിനാൽ ഞാൻ ഞാൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. ആരെന്നെ തഴഞ്ഞാലും എന്റെ ദൈവം എന്നെ തഴയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവിനൊന്ന് സ്തുതിച്ച് ആരാധിച്ച് എല്ലാ തരങ്ങളും സ്തുതിക്കട്ടെ. എല്ലാ തരങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ. എല്ലാ നാവുകളിൽ നിന്ന് ദൈവാരാധന ഉയരട്ടെ. എല്ലാ ഹൃദയത്തിൽ നിന്നും ദൈവത്തെ സ്തുതിക്കുന്ന ദൈവാരാധന ഉയരട്ടെ. യേശുവേ, 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 ഈശോയേ, 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 യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വചനം വീണ്ടും പറയാണ്, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ആരോടാ പറയുക? ഈ വചനം വെളിപ്പെട്ട് കിട്ടുക ഇസ്രായേൽ ജനത്തോടാ. അവരുടെ അനുഭവം അത്. അവര് സമുദ്രത്തിൽ കടന്നു പോയപ്പോ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് പിന്നാലെ പോകുന്ന ഈജിപ്തുകാർ ആ സമുദ്രത്തിൽ മുങ്ങിച്ചാവുന്ന അവര് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാ. സമുദ്രത്തിൽ കടന്നു പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. വീണ്ടും വചനം പറയാം, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. നോക്കിക്കേ, ദൈവത്തിന്റെ വചനം ചൂണ്ടിക്കാണിക്കുന്ന എന്താ? ഈ പ്രപഞ്ചത്തിലെ ശക്തികളൊക്കെ എടുത്തു വെച്ചിട്ട് ദൈവം പറയുക, ഇതിന്റെ മേലൊക്കെ അധികാരമുള്ള ഞാൻ നിന്നെ കാത്തു സംരക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ അധികാരമുള്ള സകലത്തിന്റെ മേൽ, പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുള്ള കർത്താവിനോട് ചേർന്ന് നിൽക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുകയും ചെയ്യണം. ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടിക്കേ, ശക്തിയോടെ പാടിക്കേ, ആനന്ദത്തോടെ പാടി കർത്താവിനെ സ്തുതിക്കട്ടെ. ആഴിയിലാഴത്തിൽ വീണു പോയാലും നിനക്കൊരാപത്തും വരികയില്ല. ആഴിയിലാഴത്തിൽ വീണു പോയാലും നിനക്കൊരാപത്തും വരികയില്ല. അഗ്നികുണ്ഠത്തിൽ വീണു പോയാലും ജ്വാല നിന്നെ വിഴുങ്ങുകില്ല. കർത്താവെന്നെ സംരക്ഷിക്കും. അഗ്നികുണ്ഠത്തിൽ വീണു പോയാലും ജ്വാല നിന്നെ വിഴുങ്ങുകില്ല. ആഴിയിലാഴത്തിൽ വീണു പോയാലും നിനക്കൊരാപത്തും വരികയില്ല. ആഴിയിലാഴത്തിൽ വീണു പോയാലും നിനക്കൊരാപത്തും രക്ഷിക്കുന്ന എന്റെ ദൈവമേ. അഗ്നികുണ്ഠത്തിൽ വീണു പോയാലും ജ്വാല നിന്നെ വിഴുങ്ങുകില്ല. അഗ്നികുണ്ഠത്തിൽ വീണു പോയാലും ജ്വാല നിന്നെ വിഴുങ്ങുകില്ല. സ്തുതിച്ചു പാടി. ഇസ്രായേൽ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ കൂടെയുണ്ട്. ഇസ്രായേലിൻ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ
ഇസ്രായേലിൻ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ കൂടെയുണ്ട്. യേശുവേ, ഇസ്രായേലിൻ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇസ്രായേലേ ഭയപ്പെടേണ്ട. സ്വയം ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഇസ്രായേലേ ഭയപ്പെടേണ്ട. നീ എനിക്കെന്നും പ്രിയങ്കരനല്ലേ, ബഹുമാന്യനും അമൂല്യനുമേ. നീ എനിക്കെന്നും പ്രിയങ്കരനല്ലേ, ബഹുമാന്യനും അമൂല്യനുമേ. ഉള്ളം കയ്യിൽ കൺമണി പോൽ നിന്നെ കാക്കും കർത്താവ് ഞാനല്ലയോ. ഉള്ളം കയ്യിൽ കൺമണി പോൽ നിന്നെ കാക്കും കർത്താവ് ഞാനല്ലയോ. ഇരു കരങ്ങളൊന്ന് ഉയർത്തിക്കേ, കർത്താവിനെ സ്തുതിച്ചേ, മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാ നാവുകളും കർത്താവിനെ സ്തുതിക്കട്ടെ, സംരക്ഷിക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ, ഹൃദയത്തിൽ ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഈശോയെ വിളിക്കട്ടെ, രക്ഷകനായ ദൈവത്തെ വിളിക്കട്ടെ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കട്ടെ. സകല ആപത്തുകളിൽ നിന്നും, സകല ശക്തികളിൽ നിന്നും, സകല വിനാശവും നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന കർത്താവിനെ സ്തുതിക്കട്ടെ. രോഗത്തിലുള്ളവര് രോഗപീഠിക്കുന്ന കർത്താവിനെ വിളിക്ക്. നിന്നെ സുഖപ്പെടുത്താൻ കഴിയുന്ന ദൈവത്തെ നീ വിളിച്ചപേക്ഷിക്കുക. ഒരു പക്ഷേ ചില വ്യക്തികളൊക്കെ നിന്നെ ചൂഷണം ചെയ്യുന്നു, നിന്നെ പീഡിപ്പിക്കുന്നു, നിനക്ക് എതിരായിട്ട് നിൽക്കുന്നത് തോന്നുമെങ്കിൽ സകല മക്കളുടെയും ദൈവമായ കർത്താവിനെ നീ വിളിക്ക്. സകല മക്കളുടെയും മേലും അധികാരമുള്ള ദൈവം, ശക്തിയുള്ള ദൈവം നിന്നെ രക്ഷിക്കും, നിന്നെ സംരക്ഷിക്കും. രക്ഷിക്കാനും അവന് മാത്രമേ സാധിക്കൂ. വിളിക്കട്ടെ, വിളിക്കട്ടെ, സകല മക്കളും കർത്താവിനെ വിളിക്കട്ടെ. ഒരു പക്ഷേ നിന്റെ ജീവിതം സുരക്ഷിതത്തിലാണ്, സന്തോഷത്തിലാണ്, എല്ലാം തികഞ്ഞ അവസ്ഥയിലാണെങ്കിൽ ഈ കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിക്ക്, ആനന്ദത്തോടെ സ്തുതിക്ക്. എത്ര താലന്ത് കിട്ടിയോ അത്രത്തോളം അതിനെ പെരുപ്പിക്കാനാണ് നമുക്ക് സന്തോഷം നൽകിയെങ്കിൽ, നമുക്കൊന്ന് സുരക്ഷിത നൽകിയെങ്കിൽ, നമുക്കൊന്ന് ഏറെ അനുഗ്രഹം കർത്താവ് നൽകിയെങ്കിൽ അത്രത്തോളം അധികമായിട്ട് കർത്താവിനെ സ്തുതിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. സ്തുതിക്കട്ടെ, 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 കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവ് നാമത്തെ മഹത്വപ്പെടുത്തട്ടെ, കർത്താവിനെ സ്തുതിക്കാണ്ട് സ്വരം ഉയരട്ടെ, ഹൃദയം തുറക്കപ്പെട്ടെ. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, യേശുവേ. ദൈവത്തിന്റെ വചനം പറയാ, മകനെ നീ രോഗിയാണോ, ഉദാസീനാകാതെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. എന്താ കാരണം? കാരണം നിന്നെ സുഖപ്പെടുത്താൻ ഒരുപക്ഷെ മരണതക്കതായ രോഗമാണെങ്കിൽ പോലും, ഇനി ഒരു രീതിയിലും രക്ഷയില്ല എന്ന് ആരൊക്കെ വിധി എഴുതിയാൽ പോലും അവിടെ നിന്ന് പോലും നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. മരിച്ചവരെ പോലും ഉയർപ്പിച്ച ദൈവത്തിന്, ഈ പ്രപഞ്ചത്തെ പോലും സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ ഈ നിസാര പ്രശ്നം പരിഹരിക്കാന്നുള്ളത് എത്രയോ എളുപ്പമാണ്. അങ്ങനെ ഈ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ വചനം പറയുക. കാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. മാറ രോഗത്തിൻ പിടിയിലാണെന്നാലും എൻ കരം നിന്നെ താങ്ങുമല്ലോ. കർത്താവിന്റെ വാക്കാ, ചെന്ന് പാടിക്കേ, ഹൃദയത്തിലേക്ക് സ്വീകരിച്ചേ. മാറാരോഗത്തിൽ പിടിയിലമർന്നാലും എൻ കരം നിന്നെ താങ്ങുമല്ലോ. കർത്താവിന്റെ വാഗ്ദാന വാക്യമാ, ചെന്ന് പാടി. മരണമിഴൽ വീണ താഴ്വരയിൽ ആത്മാവും കൃപയും ഞാനേകുമല്ലോ. ഈശോയേ, മാറാരോഗത്തിൽ പിടിയിലമർന്നാലും എൻ കരം നിന്നെ താങ്ങുമല്ലോ. മരണമിഴൽ വീണ താഴ്വരയിൽ ആത്മാവും കൃപയും ഞാനേകുമല്ലോ. ഇസ്രായേലിൻ രക്ഷകനും നാഥനും
കർത്താവുമായി ഞാൻ കൂടെയുണ്ട്. ഇസ്രായേലിൻ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ കൂടെയുണ്ട്. ഇസ്രായേലിൻ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ കൂടെയുണ്ട്. ഇസ്രായേലിൻ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ കൂടെയുണ്ട്. പാടാം ഹല്ലേലൂയ സ്തുതിഗീതങ്ങൾ ഇസ്രായേലിൻ പരിശുദ്ധന്. ആരാധനാ സ്തുതി സ്തോത്രങ്ങൾ ഇമ്മാനുവേലാം പരിശുദ്ധന്. പാടാം ഹല്ലേലൂയ സ്തുതിഗീതങ്ങൾ ഇസ്രായേലിൻ പരിശുദ്ധന്. ആരാധനാ സ്തുതി സ്തോത്രങ്ങൾ ഇമ്മാനുവേലാം പരിശുദ്ധന്. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇസ്രായേലേ ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇസ്രായേലേ ഭയപ്പെടേണ്ട. നീ എനിക്കെന്നും പ്രിയങ്കരനല്ലേ, ബഹുമാന്യനും അമൂല്യനുമേ. നീ എനിക്കെന്നും പ്രിയങ്കരനല്ലേ, ബഹുമാന്യനും അമൂല്യനുമേ. ഉള്ളം കയ്യിൽ കൺമണി പോൽ നിന്നെ കാക്കും കർത്താവ് ഞാനല്ലയോ. ഉള്ളം കയ്യിൽ കൺമണി പോൽ നിന്നെ കാക്കും കർത്താവ് ഞാനല്ലയോ. സ്തുതിച്ചു പാടിക്കേ. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇസ്രായേലേ ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇസ്രായേലേ ഭയപ്പെടേണ്ട. എല്ലാവരും സ്വാതന്ത്ര്യത്തോടെ പാടി. നീയെനിക്കെന്നും പ്രിയങ്കരനല്ലേ, ബഹുമാന്യനും അമൂല്യനുമേ. നീയെനിക്കെന്നും പ്രിയങ്കരനല്ലേ, ബഹുമാന്യനും സ്നേഹിക്കുന്ന എന്റെ ദൈവമേ. അമൂല്യനുമേ. ഉള്ളം കയ്യിൽ കൺമണി പോൽ നിന്നെ കാക്കും കർത്താവ് ഞാനല്ലയോ. ഉള്ളം കയ്യിൽ കൺമണി പോൽ നിന്നെ കാക്കും കർത്താവ് ഞാനല്ലയോ. എല്ലാവരും സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് ആരാധിച്ച് സ്നേഹിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് സ്നേഹിക്കുന്ന ദൈവത്തിൽ ആനന്ദിച്ച് സ്തുതിച്ച് കർത്താവിനോട് പറയും, കർത്താവേ നീ എന്നെ കാക്കുന്നവനാണ്, നീ എന്റെ കൂടെയുണ്ട്. ഞാൻ കർത്താവേ നിന്നെ മാത്രമാണ്. കർത്താവേ ഞാൻ പാപിയാണെങ്കിൽ എന്റെ പാപങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് എന്നെ ശക്തിപ്പെടുത്തണം. പരിശുദ്ധമായിട്ട് നടക്കണേ. എന്റെ ഹൃദയത്തിൽ ആനന്ദം നൽകണേ. സ്വയം 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 യേശുവേ 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 സ്വയം 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 സ്വയം. കർത്താവും ശക്തനും രക്ഷകനുമായ കർത്താവിൽ ആശ്രയിച്ച് ഈ ഗാനം നമ്മൾ ഇപ്പോൾ പാടി പ്രാർത്ഥിച്ച ഗാനം അത് മുഴുവനായിട്ട് ഒന്നുകൂടെ ചേർന്ന് നമ്മൾ പാടുന്നു. സന്തോഷത്തോടെ പാടി ഈ കർത്താവിൻ്റെ ഗാനത്തിൻ്റെ വരികൾ പറഞ്ഞു തരുന്ന ആ വിശ്വാസ ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് ഒന്നുകൂടി ഉറപ്പിക്കാനൊക്കെ പരിശ്രമിച്ച് ആനന്ദത്തോടെ ചേർന്ന് പാടി, സംഗീതത്തോട് ചേർന്ന്, യെശയ്യാ പ്രവാചകനോട് ചേർന്ന്, യിസ്രാജനത്തോട് ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. പാടാം ഹല്ലേലൂയ സ്തുതിഗീതങ്ങൾ ഇസ്രായേലിൻ പരിശുദ്ധന്. ആരാധനാ സ്തുതി സ്തോത്രങ്ങൾ ഇമ്മാനുവേലാം പരിശുദ്ധന്. പാടി. പാടാം ഹല്ലേലൂയ സ്തുതിഗീതങ്ങൾ ഇസ്രായേലിൻ പരിശുദ്ധന്. ആരാധനാ സ്തുതി സ്തോത്രങ്ങൾ ഇമ്മാനുവേലാം പരിശുദ്ധന്. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇസ്രായേലേ ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇസ്രായേലേ ഭയപ്പെടേണ്ട. നീ എനിക്കെന്നും പ്രിയങ്കരനല്ലേ, ബഹുമാന്യനും അമൂല്യനുമേ. നീ എനിക്കെന്നും പ്രിയങ്കരനല്ലേ, ബഹുമാന്യനും അമൂല്യനുമേ.
ഉള്ളം കയ്യിൽ കൺമണി പോൽ നിന്നെ കാക്കും കർത്താവ് ഞാനല്ലയോ. ഉള്ളം കയ്യിൽ കൺമണി പോൽ നിന്നെ കാക്കും കർത്താവ് ഞാനല്ലയോ. ആഴിയിലാഴത്തിൽ വീണു പോയാലും നിനക്കൊരാപത്തും വരികയില്ല. ഈശോനെ കാക്കും. ആഴിയിലാഴത്തിൽ വീണുപോയാലും നിനക്കൊരാപത്തും വരികയില്ല. അഗ്നികുണ്ഠത്തിൽ വീണു പോയാലും ജ്വാല നിന്നെ വിഴുങ്ങുകില്ല. അഗ്നികുണ്ഠത്തിൽ വീണുപോയാലും ജ്വാല നിന്നെ വിഴുങ്ങുകില്ല. ഇസ്രായേലിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ കൂടെയുണ്ട്. ഇസ്രായേലിൻ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇസ്രായേലേ ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഇസ്രായേലേ ഭയപ്പെടേണ്ട. നീ എനിക്കെന്നും പ്രിയങ്കരനല്ലേ ബഹുമാന്യനും അമൂല്യനുമേ. നീ എനിക്കെന്നും പ്രിയങ്കരനല്ലേ, ബഹുമാന്യനും അമൂല്യനുമേ. ഉള്ളം കയ്യിൽ കൺമണി പോൽ നിന്നെ കാക്കും കർത്താവ് ഞാനല്ലയോ. ഉള്ളം കയ്യിൽ കൺമണി പോൽ നിന്നെ കാക്കും കർത്താവ് ഞാനല്ലയോ. മാറാരോഗത്തിൻ പിടിയിലമർന്നാലും എൻ കരം നിന്നെ താങ്ങുമല്ലോ. ആരോഗ്യത്തിൻ പിടിയിലമർന്നാലും എൻ കരം നിന്നെ താങ്ങുമല്ലോ. മരണനിഴൽ വീണ താഴ്വരയിൽ ആത്മാവും കൃപയും ഞാനേകുമല്ലോ. മരണനിഴൽ വീണ താഴ്വരയിൽ ആത്മാവും കൃപയും നൽകുമല്ലോ. ഇസ്രായേലിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ കൂടെയുണ്ട്. ഇസ്രായേലിൻ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇസ്രായേലേ ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഇസ്രായേലേ ഭയപ്പെടേണ്ട. നീ എനിക്കെന്നും പ്രിയങ്കരനല്ലേ ബഹുമാന്യനും അമൂല്യനുമേ. നീ എനിക്കെന്നും പ്രിയങ്കരനല്ലേ, ബഹുമാന്യനും അമൂല്യനുമേ. ഉള്ളം കയ്യിൽ കൺമണി പോൽ നിന്നെ കാക്കും കർത്താവ് ഞാനല്ലയോ. ഈശോയെ ഉള്ളം കയ്യിൽ കൺമണി പോൽ നിന്നെ കാക്കും കർത്താവ് ഞാനല്ലയോ. ഈശോയെ. ഉള്ളം കയ്യിൽ കൺമണി പോൽ നിന്നെ കാക്കും കർത്താവ് സ്തുതിക്കട്ടെ, ഞാനല്ലയോ. സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിച്ചേ. യേശുവേ, 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 സ്നേഹിക്കുന്ന ദൈവമേ, രക്ഷിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകളിൽ നിന്നും നൊമ്പരങ്ങളിൽ നിന്നും ഇല്ലായ്മകളിൽ നിന്നും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ, 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 ഒരു നാമത്തെ സ്തുതിക്കുമ്പോ, ഒരു നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വർഗം തുറന്ന ദൈവാനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുമെന്ന് വിശ്വസിച്ച് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, 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 ഈശോയെ, ഈശോയെ, ഈശോയെ. കർത്താവേ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല മനുഷ്യരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സകല കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരു നാമത്തിൽ ആശീർവദിക്കപ്പെട്ടെ, ദൈവവചനത്തിൽ ആശീർവദിക്കപ്പെട്ടെ, കർത്താവിന്റെ ശക്തി അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ. എല്ലാ ബന്ധങ്ങളും അവിടുത്തെ പ്രാപിക്കട്ടെ. രോഗസൗഖ്യം ഉണ്ടാകട്ടെ, വിനാശങ്ങൾ വിടുതലുണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വമായിട്ട് കർത്താവ് പെരുമാറട്ടെ. ഈശോയെ, ഈശോയെ, ഈശോയെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയും അഭിഷേകവും നിങ്ങളുടെ കൂടെ എന്ന് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.